സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 2-ലെ റിവിഷൻ്റെ 3-ാം ഭാഗം 9 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ സീരീസ് എക്സാമിനും ചില സമയത്ത് മെയിൻ എക്സാമിനും 9 മാർക്ക് വരെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഈ ഒരു നെക്സ്റ്റ് ആഴ്ചയിൽ വരുന്ന സീരീസ് എക്സാമിന് എന്തായാലും 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. അതുപോലെ മെയിൻ എക്സാമുകൾക്കും ചില സമയത്ത് 9 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്, 8-7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. ആ ഒരു രീതിയിൽ 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഈ ഒരു മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് 3-ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ. 3-ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുക. അത് 9 മാർക്ക് വരെ ചോദിക്കണം. അപ്പോൾ ആദ്യം നിങ്ങൾ കൺസ്ട്രക്ഷൻ പറയണം. അപ്പോൾ കൺസ്ട്രക്ഷൻ പറയുമ്പോൾ ഒരു 3-ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൽ നിങ്ങൾ സ്റ്റാറ്റർ ഉണ്ട് എന്ന് പറയണം. നെക്സ്റ്റ് റോട്ടോർ. മെയിനായിട്ട് 2 ഭാഗങ്ങളാണ് സ്റ്റാറ്റർ ആൻഡ് റോട്ടോർ. ഈ സ്റ്റാറ്റർ എന്താണ്? സ്റ്റേഷനറി പാർട്ട് ഓഫ് ദി മെഷീൻ. അത് ഡിഫറെൻറ്റ് സ്ലോട്ട്സ് ഉണ്ടാവും അതിന് ഇന്നർ പെരിഫിൽ. അത് 3-ഫേസ് വൈൻഡിങ്സ് കൊടുത്തിട്ടുണ്ടാവും. ഇത് സ്റ്റീൽ മെറ്റൽ ലാമിനേഷൻസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഒരുപാട് സ്ലോട്ട്സ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ഫിഗർ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ വരക്കാം. ഇനി ഒരു സ്ലോട്ട്സിൽ ഇൻസുലേറ്റഡ് കണ്ടക്ടേഴ്സ് സ്റ്റാർ അല്ലെങ്കിൽ ഡെൽറ്റ ഫോമിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് അതിൽ 3-ഫേസ് വൈൻഡിങ്ങിൽ വാണ്ട് ചെയ്തിട്ടുള്ളത് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് പോൾസിൻ്റെ എണ്ണത്തിലാണ്. അത് നമ്മൾ സ്പീഡിന് ആവശ്യത്തിനനുസരിച്ചാണ് നമ്പർ ഓഫ് പോൾസ് നമ്മൾ അതിൽ കൊടുക്കാറുള്ളത്. നമുക്ക് സ്പീഡ് കൂടുതൽ സ്പീഡ് വേണമെങ്കിൽ കൂടുതൽ നമ്പർ ഓഫ് പോൾസ് കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്പീഡിനനുസരിച്ച് ആയിട്ടുള്ള പോൾസിൻ്റെ എണ്ണം നമ്മൾ കൂട്ടും കുറക്കും ചെയ്യും. നെക്സ്റ്റ് നമ്മൾ 3-ഫേസ് സപ്ലൈ നമ്മളതിലേക്ക് 3-ഫേസ് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ആ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ റോട്ടോർ കണ്ടക്ടേഴ്സിൽ ഇൻഡ്യൂസ് ചെയ്തിട്ട് അതിൽ ഇലക്ട്രോമാഗ്നറ്റിക്ഷൻ വഴി റോട്ടോർ കണ്ടക്ടേഴ്സിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. അത് അതിൻ്റെ കാരണത്തെ ഓപ്പോസ് ചെയ്തിട്ടാണ്, അതിൻ്റെ കൂടെ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മോട്ടോർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റോട്ടോറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാറ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തതിന് ശേഷം നിങ്ങൾ റോട്ടോറിനെ കുറിച്ച് ഇതുപോലെ റോട്ടോർ 2 ടൈപ്പ് ഉണ്ട്, സ്ക്വിറൽ കേജ് ടൈപ്പ് ആൻഡ് വൗണ്ട് ടൈപ്പ് റോട്ടോർ. ഇനി റോട്ടോറിൻ്റെ ഈ സ്ക്വിറൽ കേജ് ടൈപ്പ് വൗണ്ട് ടൈപ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ഇത് മാത്രം ചോദ്യത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് ഫുള്ളായിട്ട് എഴുതുമ്പോൾ കൂടുതൽ വിശദീകരിച്ചില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് സ്ക്വിറൽ കേജ് റോട്ടോറും വൗണ്ട് റോട്ടോറും എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതേക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇതിൻ്റെ വർക്കിംഗ്. ഇവിടെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ 3-ഫേസ് സപ്ലൈ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ആ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അതിൻ്റെ സ്പീഡിനെ നമ്മൾ സിങ്ക്രണസ് സ്പീഡ് എന്ന് പറയും. ആ സിങ്ക്രണസ് സ്പീഡിൻ്റെ ഇക്വേഷനാണ് NS = 120 F/P. F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി, P എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോൾസ്. അപ്പോൾ നമ്പർ ഓഫ് പോൾസ് താഴെയാണ് വരുന്നത്. നമ്പർ ഓഫ് പോൾസ് കൂടിക്കഴിഞ്ഞാൽ സിങ്ക്രണസ് സ്പീഡ് കുറയാണ് ചെയ്യുക. ഇനി F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി കൂടുന്ന, എസിൻ്റെ ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് സിങ്ക്രണസ് സ്പീഡ് കൂടും. നെക്സ്റ്റ്, ദിസ് റൊട്ടേറ്റിംഗ് ഫ്ലക്സ് കട്ട്സ് ദ റോട്ടോർ കണ്ടക്ടർ. ഈ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് നമ്മൾ റോട്ടോർ കണ്ടക്ടേഴ്സിൽ ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ എന്താണ്, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് റോട്ടോർ കണ്ടക്ടേഴ്സിൽ ഇൻഡ്യൂസ്ഡ് EMF ക്രിയേറ്റ് ചെയ്യും. ആ ഇൻഡ്യൂസ്ഡ് EMF അതിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് കാരണം അതിലൂടെ പാസ് ചെയ്തുകൊണ്ടിരിക്കും. ആ റോട്ടോറിലൂടെ പാസ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് EMF അതിലൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് അതിൻ്റെ കാരണത്തെ ഒപ്പോസ് ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇതിലുണ്ടായിട്ടുള്ള കറണ്ട് എന്ന് പറയുന്നത് നേരത്തെ ആ സ്റ്റാറ്ററിലുള്ള റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ കാരണം കൊണ്ടാണ്, സ്റ്റാറ്ററിലുണ്ടായിട്ടുള്ള റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ കാരണം കൊണ്ടാണ് റോട്ടോറിൽ ഇങ്ങനെ ഒരു കറണ്ട് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായത്. അപ്പോൾ അത് കാരണമാണ് അതിലൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായത്. ആ മാഗ്നറ്റിക് ഫീൽഡ്
അതിൻ്റെ മെയിൻ ഫീൽഡായിട്ടുള്ള റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യും. ഒപ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് ഒപ്പോസ് ചെയ്യുക, അതിൻ്റെ തമ്മിലുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ റൊട്ടേഷനാണ്. അപ്പോൾ അതിൻ്റെ റൊട്ടേഷൻ്റെ സ്പീഡ്, റിലേറ്റീവ് സ്പീഡ് കുറക്കാൻ വേണ്ടിയിട്ട് ആ റോട്ടോറും അതിൻ്റെ കൂടെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ റോട്ടോർ അതിൻ്റെ കൂടെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ റൊട്ടേഷനാണ് നമുക്ക് ഈ മോട്ടോറിൻ്റെ ഔട്ട്പുട്ട്, ഈ റോട്ടോറിൻ്റെ റൊട്ടേഷനാണ് നമുക്ക് മോട്ടോറിൻ്റെ ഔട്ട്പുട്ടായിട്ട് മെക്കാനിക്കൽ പവറായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ലെൻസസ് ലോ ആണ്, അക്കോർഡിംഗ് ടു ലെൻസസ് ലോ പ്രകാരമാണ്, ലെൻസസ് ലോ ആണ് പറയണത് എന്ത്, ഈ ഒരു ഫാരഡേസ് ലോ പ്രകാരം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് കാരണം ഇൻഡ്യൂസ് ചെയ്തിട്ട് റോട്ടോറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF, ആ ഇൻഡ്യൂസ് EMF ഉണ്ടായത് കൊണ്ട് അത് ഉള്ളൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും അതിൽ, അതും വൈൻഡിങ്സ് ആയതുകൊണ്ട് ആ റോട്ടോറിലും. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് അതിൻ്റെ കാരണത്തെ ഒപ്പോസ് ചെയ്യും. ആ കാരണത്തെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതതിൻ്റെ കൂടെ റൊട്ടേറ്റ് ചെയ്യും. അതാണ് ലെൻസസ് ലോ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇതിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും ഒക്കെ, ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് വരുന്ന സമയത്ത് ഇനി ഇതുപോലെ എഴുതണമെന്നല്ല, നിങ്ങൾക്ക് മനസ്സിലായതിൽ നിന്ന് വായിച്ച് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അറിയുന്ന രീതി ഭാഷയിൽ എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ ഫിഗേഴ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 9 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ വിത്ത് നീറ്റ് സ്കെച്ച് കേട്ടോ. നീറ്റ് സ്കെച്ച് ദ 3 point സ്റ്റാർട്ടർ. ഇവിടെ നെക്സ്റ്റ് അല്ല, നീറ്റാണ്, നീറ്റ് സ്കെച്ച്. 3 point സ്റ്റാർട്ടറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ 3 point സ്റ്റാർട്ടറുകൾ എന്തിനാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. മോട്ടോറുകൾ, പ്രത്യേകിച്ച് DC മോട്ടോറുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആർമേച്ചർ കറണ്ട് ഹൈ ആവും അല്ലേ. ആർമേച്ചർ കറണ്ട് ഹൈ ആയി, ബാക്ക് EMF ഇല്ലാത്തത് കാരണം ആർമേച്ചർ, നമ്മൾ 6 മാർക്കിൻ്റെ ഇതിൽ ഡിസ്കസ് ചെയ്തതാണ് നെസസിറ്റി ഓഫ് സ്റ്റാർട്ടർ. അപ്പോൾ ഇവിടെ ആർമേച്ചറുമായി നമ്മൾ റെസിസ്റ്റൻസ് ആഡ് ചെയ്തിട്ടാണ്, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാക്ക് EMF ഇല്ലാത്ത സമയത്ത്, സ്റ്റാർട്ടിങ് സമയത്ത് കറണ്ടിൻ്റെ സേഫ് വാല്യൂവിലേക്ക് എത്തിച്ച്, റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്തിട്ട് ആർമേച്ചർ കറണ്ട് സേഫ് വാല്യൂ എത്തിച്ച് മോട്ടോർ കത്തിപ്പോവാതെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ സ്റ്റാർട്ടറുകൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഓവർലോഡ് കറണ്ട് വന്നു കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സിസ്റ്റം കൂടെ അതിനുണ്ടാവും. അപ്പോൾ ഒരു 3 point സ്റ്റാർട്ടറിൻ്റെ ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ സർക്യൂട്ട് ഡയഗ്രാമാണ് നിങ്ങൾ ആദ്യം വരയ്ക്കേണ്ടത്. അത് വരച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒരു 3-4 മാർക്ക് വരെ, 5 മാർക്ക് വരെയൊക്കെ സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. എന്നിട്ട് വരച്ചതിന് ശേഷം നിങ്ങൾ അതിൻ്റെ വർക്കിംഗ് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 9 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ഇത് 9 മാർക്കിനും 8 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യനാണ്. അപ്പോൾ 8 മാർക്കിനൊക്കെ പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, 9 മാർക്കിനും വരെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ച് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും. ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആർമേച്ചറുമായി ഇതിന് 3 point എന്ന് പറഞ്ഞാൽ ഇതിന് 3 കണക്ഷൻ ഉണ്ട്. ഒന്ന് ഈ ആർമേച്ചറുമായി കണക്ഷൻ, ഒന്ന് ഫീൽഡുമായിട്ട്, ഒന്ന് ലൈനുമായിട്ടുള്ളത്. ആർമേച്ചറുമായി നമ്മൾ എപ്പോഴും കണക്ട് ചെയ്യുന്നതാണ് ഈ എക്രോസ് ആയിട്ടാണ് ഈ റെസിസ്റ്റൻസ് നമ്മൾ കണക്ട് ചെയ്യാറ്. നമ്മൾ നെക്സ്റ്റ് ഫീൽഡുമായി നമ്മൾ നോ വോൾട്ട് കോയിലും കണക്ട് ചെയ്യും. ആ നോ വോൾട്ട് കോയിലാണ് ഈ സ്റ്റാർട്ടിങ് ഹാൻഡിലിനെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്. അത് മാത്രമല്ല ഓവർലോഡ് കറണ്ട് വന്നു കഴിഞ്ഞാൽ അതിനെ റിലീസാക്കുന്നതും അതുതന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് പറയുന്നത് എന്താ പറയണമെന്ന് വെച്ചാൽ, ഇതിന് കൺസ്ട്രക്ഷൻ ആദ്യം പറയണം. കൺസ്ട്രക്ഷൻ ഇതിൽ നമ്മൾ ഈ ഒരു ആർമേച്ചറുമായി റെസിസ്റ്റൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ആർമേച്ചറുമായി നമ്മൾ അക്രോസ് ആയിട്ട് ഡിഫറെൻറ്റ് റെസിസ്റ്റൻസ് ഒരു 5ഓളം റെസിസ്റ്റൻസിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെയുള്ള ഈ ഹാൻഡിലിനെ നമ്മൾ 1 എന്ന പൊസിഷനിൽ നിന്ന് റൺ എന്ന പൊസിഷനിൽ വരെ ഇങ്ങനെ നീക്കി കൊണ്ടുപോകാൻ ചെയ്യുക. നീക്കി കൊണ്ടുപോകുമ്പോൾ ആദ്യം നമ്മൾ ഫുൾ റെസിസ്റ്റൻസുമായി മെഷ് ചെയ്യും 1 എന്ന പൊസിഷനിൽ എത്തുമ്പോൾ. പിന്നെ ഈ ഓരോ റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് ഈ ഹാൻഡിൽ എന്താണ്, നമ്മളെ ഈ സ്റ്റാർട്ടിങ് ഹാൻഡിൽ റൺ എന്ന പൊസിഷനിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാ റെസിസ്റ്റൻസും ഒഴിവായി ഇത് എന്താണ്, ആർമേച്ചർ മാത്രം വരും. അപ്പോൾ സ്റ്റാർട്ടിങ് സമയത്ത് നമുക്ക് ഫുൾ റെസിസ്റ്റൻസും കിട്ടും. എന്നാൽ സ്റ്റാർട്ട് ചെയ്ത് റൺ എന്ന പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ, മോട്ടറിൻ്റെ ഫുൾ സ്പീഡ് എത്തിക്കഴിഞ്ഞാൽ, ബാക്ക് EMF വന്നു കഴിഞ്ഞാൽ, ആർമേച്ചർ കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഫുൾ റെസിസ്റ്റൻസും കട്ട് ചെയ്തിട്ട് ഇത് റൺ എന്ന പൊസിഷനിലേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ മോട്ടോർ നോർമലായിട്ട് റൺ ചെയ്യും. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ സെഷൻസിൽ ക്ലാസ് എടുത്ത് കഴിഞ്ഞതാണ്.
അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യാം, അവിടെ നോക്കിയിട്ട് നിങ്ങൾ അതുപോലെ ഇതിൻ്റെ ഡിസ്കഷനിൽ നിങ്ങൾ പഠിക്കുക. കുറച്ച് പോലെ നിങ്ങളുടെ ഭാഷയിൽ ഈ ഫിഗർ വരച്ചതിന് ശേഷം ഒരു നോട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്, അത് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ എക്സാമിന് എഴുതുക. അപ്പോൾ ഈ ഒരു ഫിഗറും ഈ ഒരു എക്സ്പ്ലനേഷനും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 9 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ വിത്ത് നീറ്റ് സ്കെച്ച് അബൌട്ട് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ. ഇതുപോലെ തന്നെയുള്ള അനദർ ടൈപ്പ് ഓഫ് സ്റ്റാർട്ടറാണ് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ. സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ ഇവിടെ സ്റ്റാർ കണക്ഷനും ഡെൽറ്റ കണക്ഷനും ഉണ്ട്. സ്റ്റാർട്ടിങ് സമയത്ത് സ്റ്റാർ കണക്ഷനിലും അതുപോലെ ഇപ്പോൾ സ്റ്റാർ കണക്ഷനിലാണുള്ളത്. ഇത് സ്റ്റാർട്ടിങ് സമയത്ത് നമ്മൾ സ്റ്റാർ കണക്ഷനിൽ കൊടുക്കും. സ്റ്റാർ കണക്ഷനിലാകുമ്പോൾ ഫേസ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ലൈൻ വോൾട്ടേജ് ബൈ √3 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്താണ് ഫേസ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ലൈൻ വോൾട്ടേജ് ബൈ √3 കിട്ടുമ്പോൾ നമുക്ക് അവിടെ √3 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും കുറഞ്ഞു, ലൈൻ വോൾട്ടേജ് കുറഞ്ഞു. അപ്പോൾ വോൾട്ടേജിൻ്റെ എമൗണ്ട് കുറച്ചിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് സമയത്ത് ഇനീഷ്യലായിട്ട് കൊടുക്കുന്ന വോൾട്ടേജിൻ്റെ എമൗണ്ട് കുറച്ചിട്ട് നമുക്ക് ആർമേച്ചർ കറണ്ട് കുറക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മളിവിടെ മോട്ടോറിൻ്റെ സ്റ്റാർട്ടിങ്ങിന് കൺട്രോൾ ചെയ്യുന്നത്. ഇനി റണ്ണ് ആയിരിക്കുന്ന സമയത്ത് നേരെ എന്ത് ചെയ്യും, ഇത് ഡെൽറ്റ കണക്ഷനിൽ ഈ ഒരു ലിവർ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് കിട്ടുന്ന സമയത്ത് ഇവിടെ ഡെൽറ്റ കണക്ഷനായിട്ട് മാറും. അപ്പോൾ ഡെൽറ്റ കണക്ഷനായി മാറിക്കഴിഞ്ഞാൽ നമുക്കറിയാം ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ഫേസ് വോൾട്ടേജ്. അപ്പോൾ നമുക്ക് ലൈനിൽ വരുന്ന മുഴുവൻ വോൾട്ടേജും നമ്മുടെ ഫേസിൽ കിട്ടും. അഥവാ ലൈനിൽ വരുന്ന മുഴുവൻ വോൾട്ടേജ് നമുക്ക് നമ്മളെ മോട്ടോറിലെ ഇൻപുട്ടിലേക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഈ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഫിഗർ നിങ്ങൾ വരച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ വർക്കിംഗ് കൂടെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഏതെങ്കിലും ഒരു സ്റ്റാർട്ടർ പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് 9 മാർക്കിന് അല്ലെങ്കിൽ 8 മാർക്കിനൊക്കെ. മെയിൻ എക്സാമിന് കൂടുതൽ 8 മാർക്കിനാണെങ്കിൽ സീരീസ് എക്സാമിന് 9 മാർക്കിനും വരെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യനാണിത്. ഓക്കെ, അപ്പോൾ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ അതുപോലെ നമ്മുടെ 3 പോയിൻറ്റ് സ്റ്റാർട്ടർ, ഇത് രണ്ടും 9 മാർക്കിന് സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ട്രാൻസ്ഫോമർ ഡിറൈവ് ഇറ്റ്സ് EMF ഇക്വേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡെറിവേഷൻ ഓഫ് EMF ഇക്വേഷൻ മാത്രം ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂടെ ട്രാൻസ്ഫോമർ എന്താണെന്നും ട്രാൻസ്ഫോമറിൻ്റെ ജസ്റ്റ് എക്സ്പ്ലനേഷനും അതുപോലെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോയും കൂടിയിട്ട് 9 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ എന്താണ് ട്രാൻസ്ഫോമർ നമുക്കറിയാം, സ്റ്റാറ്റിക് മെഷീനാണ്. ഇത് റൈസിങ് ഓർ ലോവറിങ് വോൾട്ടേജ് കൂട്ടാനോ കുറക്കാനോ ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ ട്രാൻസ്ഫോമർ ആക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി, മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിൽ മെയിനായിട്ട് ഒരു പ്രൈമറി വൈൻഡിങ് ഉണ്ടാവും, സെക്കൻഡറി വൈൻഡിങ് ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ പറയണം. ഈ പ്രൈമറി വൈൻഡിങ് എന്ന് പറയുന്നത് നമ്മൾ AC ഇൻപുട്ടുമായി കണക്ട് ചെയ്യുന്നതാണ്. സെക്കൻഡറി വൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ലോഡിലേക്ക് കണക്ട് ചെയ്യുന്നതാണ്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ എക്സാമിന് എഴുതണം, അത്രയും കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പ്രൈമറി വൈൻഡിങ്ങിലേക്ക് നമ്മൾ കറണ്ട് കൊടുക്കുന്ന സമയത്ത് ആ കോറിൽ ആ കോറിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫ്ലക്സ് നമ്മളെ സെക്കൻഡറിയിലെ വൈൻഡിങ്സിലും കൂടെ ആക്ട് ചെയ്യും. ആ സെക്കൻഡറി വൈൻഡിങ്സിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ആ ഇൻഡ്യൂസ്ഡ് EMF അതിൻ്റെ നമ്പർ ഓഫ് ടേൺസ് അനുസരിച്ച് നമ്പർ ഓഫ് വൈൻഡിങ്സിൻ്റെ ടേൺസ് അനുസരിച്ച് അതിൽ വോൾട്ടേജ് കൂടുകയോ കുറയുകയോ ചെയ്യും. അപ്പോൾ സെക്കൻഡറിയിൽ പ്രൈമറിയേക്കാളും കൂടുതൽ നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ സെക്കൻഡറിയിൽ വോൾട്ടേജ് കൂടും. നമ്പർ ഓഫ് ടേൺസ് കുറവാണെങ്കിൽ സെക്കൻഡറിയിൽ നമ്മൾ ഇൻഡ്യൂസ്ഡ് EMF കുറയും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. അത്രയും നിങ്ങൾ പറയണം. നെക്സ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ EMF ഇക്വേഷൻ ഡിറൈവ് ചെയ്യണത് നമ്മൾ കഴിഞ്ഞ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതാണ്. ആ ഡെറിവേഷനും കൂടെ അതിനെ കൂടെ എഴുതുക. എന്നിട്ട് എന്താണ് വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ, ഇത് നമ്മൾ 2 മാർക്കിന് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. 2 മാർക്കിന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് എന്താണ് വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. അപ്പോൾ അതുകൂടെ എഴുതി കഴിഞ്ഞാൽ 9 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ട്രാൻസ്ഫോമറിൻ്റെ കുറിച്ച് വർക്കിങ്ങും അതുപോലെ തന്നെ EMF ഇക്വേഷനും ട്രാൻസ്ഫോർമേഷൻ റേഷ്യോയും എല്ലാം കൂടെ ആയിട്ട് 9 മാർക്കിന് ചോദിക്കാവുന്നു. വെറും EMF ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനും ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ആയിട്ടും ചോദിക്കാതെ 8 മാർക്ക് 7 മാർക്ക് 6 മാർക്ക് വരെയൊക്കെ ചോദിക്കാം. 9 മാർക്കൊക്കെ ആകുമ്പോൾ എന്താണ് ട്രാൻസ്ഫോമറും കൂടെ നിങ്ങൾ ഇതിൻ്റെ കൂടെ
എക്സ്പ്ലെയിൻ ചെയ്യണം, അതുകൂടെ ചോദിക്കാൻ മതി. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ എന്താണ് ട്രാൻസ്ഫോമർ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നെക്സ്റ്റ് അതിൻ്റെ EMF ഇക്വേഷൻ, നെക്സ്റ്റ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ, അത് നമ്മൾ 2 മാർക്കിൻ്റെ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് വെച്ചാൽ ദ റേഷ്യോ ഓഫ് EMF to the primary equal to the EMF in the secondary to the EMF in the primary, E2 by E1. EMF induced EMF in primary secondary coil divided by induced EMF in primary, so E2 divided by E1. അത് എന്തിന് തുല്യമാണ്? ഈക്വൽ ടു N2 by N1, നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ബൈ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി, അതിന് ഈക്വൽ ആണ്. അതാണ് വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 9 മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയതാണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ ഒരു മൊഡ്യൂളിൽ മെയിനായിട്ട് വരുന്ന ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഇതിൽ ഡിസ്കസ് ചെയ്തത്. ഇനി സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. നമ്മൾ 6 മാർക്കിന് ചോദിച്ചിരുന്നു. കപ്പാസിറ്റർ സ്റ്റാർട്ട്, കപ്പാസിറ്റർ റൺ, അതുപോലെ കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ മോട്ടോർ, നെക്സ്റ്റ് സ്പ്ലിറ്റ് ഷാഡഡ് പോൾ ഇൻഡക്ഷൻ മോട്ടോർ, ഇതൊക്കെ ഇതിൽ നിന്ന് 2-3 എണ്ണമൊക്കെ ആയിട്ട് കൂട്ടിയിട്ട് അങ്ങനെയൊക്കെ നമുക്ക് ഇതിലേതെങ്കിലും 2 ടൈപ്പ് 3 ടൈപ്പൊക്കെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും 9 മാർക്കിനൊക്കെ ചോദിക്കുക. അല്ലെങ്കിൽ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിങ്ങും അങ്ങനെയൊക്കെ ചോദിക്കുക. കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ഞാൻ 9 മാർക്കിനായിട്ട് കൂടുതൽ എസ് ആയിട്ട് ചോദിക്കുക. 8 മാർക്കിനും 9 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ സെഷൻ ഇതോടെ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഇതും കൂടെ നിങ്ങളെ നോട്ടിലേക്ക് നിങ്ങൾ ഇതുപോലെ എഴുതിയെടുക്കണം എന്നല്ല, നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഭാഷയിൽ എഴുതുമ്പോഴാണ് നിങ്ങൾക്ക് അത് ഓർമ്മയിൽ നിൽക്കുകയും ചെയ്യുക. അത് എക്സാമിന് സുഖമായിട്ട് എഴുതി, അതുപോലെ എക്സാമിന് സുഖമായിട്ട് എഴുതാനും പറ്റുക. അപ്പോൾ ഈ ഫിഗർ വിത്ത് എക്സ്പ്ലനേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ടിലേക്ക് എഴുതിയെടുത്തിട്ട് ഈ ഒരു 4 ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ നോട്ടിലേക്ക് എഴുതി സബ്മിറ്റ് ചെയ്യുക. അത് എക്സാമിന് ഉഷാറായിട്ട് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ പറയുന്നത്. അപ്പോൾ ഇനി എല്ലാവരും എക്സാമിന്, സീരീസ് എക്സാമിനും മെയിൻ എക്സാമിനൊക്കെ ഈ ഒരു മൊഡ്യൂൾ വളരെ ക്ലിയർ ആയിട്ട് എഴുതാനുള്ള രീതിയിൽ, അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ വരുന്ന സീരീസ് എക്സാമിലൊക്കെ ഉഷാറായിട്ട് എഴുതുക. ഇത്രയോളം ഈ ഒരു സെഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു.